ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൂരം പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. 4 കപ്പ് പൊടിച്ച പച്ചരി നന്നായി വറുത്തെടുക്കുക. അതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായി വറുത്തെടുക്കുക. വറുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച മുറിയാണെങ്കിൽ നന്നായിരിക്കും. അതിൽ ചിരകുന്ന സമയത്ത് ചെറിയ ചെറിയ പീസായി വരും. ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി വറുത്തെടുക്കുക. ഇത് ട്രഡീഷണലി ഒരു ഹെൽത്തി സ്നാക്കാണ്. ഓയിൽ ഫ്രീ, ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതുകൊണ്ട് പറ്റുവാണെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. തേങ്ങയിട്ട് കുറച്ച് സമയം വറുത്തതിന് ശേഷം ഇതിലേക്ക് കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഇത് കഴിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ പൊടി ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചെയ്തു വരുന്നുള്ളത്. ചിലവർ ഇതിലേക്ക് ജീരകം ഇടും, അതേപോലെ ശർക്കര ഇടും. ഈ ഒരു രീതി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതി അത് കോഴിക്കോട് ചെയ്യുന്നൊരു രീതിയാണ്. കരിഞ്ജീരകം ഇട്ടതിന് ശേഷം ഇത് നന്നായി വറുത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഒരു നുള്ളുപ്പ് ഇതിലേക്ക് ചേർത്താൽ ഇതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ പഞ്ചസാര ഇട്ടതിന് ശേഷം കൂടുതൽ ശ്രദ്ധിക്കണം, കാരണം ആ മധുരത്തിൽ ഇത് അടിക്ക് പിടിക്കാൻ നല്ല ചാൻസുണ്ട്. ഇതൊരു ഗോൾഡൻ കളറായാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കുറച്ച് ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നെയ്യിൽ വറുത്ത കാഷ്യൂ, കിസ്മിസ്, അതേപോലെ ചെറുള്ളി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ പൂരം പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് കേരളത്തിൽ കുറേ ഇടങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പി ആയി വരുന്നത് വരെ ബൈ.